ഹായ് മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പൊതുവിജ്ഞാനം ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇത് പാർട്ട് 3 ആണ്. ഇതിനു മുമ്പ് 2 വീഡിയോ നൽകിയിട്ടുണ്ട്. അതുകൂടി പോയി കണ്ട് നന്നായിട്ട് പഠിക്കണേ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഹൃദയത്തിലുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏത്? കാർഡിയോളജി. കാർഡിയോളജിയിൽ വിദഗ്ധരായ ഡോക്ടർമാരെ കാർഡിയോളജിസ്റ്റുകൾ എന്ന് വിളിക്കുന്നു. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തു ഹീമോഗ്ലോബിൻ. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന ശാസ്ത്രീയ സമ്പ്രദായം എന്താണ്? ഹൈഡ്രോപോണിക്സ്. നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? ഒറൈസ സറ്റൈവ. സസ്യങ്ങൾ പകൽ സമയത്ത് പുറത്തുവിടുന്ന വാതകമേത്? ഓക്സിജൻ. അടയിരിക്കുന്ന ആൺപക്ഷി ഏതാണ്? ഒട്ടകപ്പക്ഷി. ഒരു പദാർത്ഥം കത്തുമ്പോൾ നടക്കുന്ന രാസപ്രവർത്തനം എന്താണ്? ഓക്സീകരണം. വാതക രൂപത്തിലുള്ള സസ്യ ഹോർമോൺ ഏത്? എഥിലീൻ. ഇത് പ്രകൃതിദത്തമായ ഒരു സസ്യ ഹോർമോണാണ്. പഴങ്ങൾ പാകമാക്കാൻ കാർഷിക മേഖലയിൽ ഇത് ഉപയോഗിക്കുന്നു. എഥിലിൻ്റെ ഹൈഡ്രേറ്റാണ് എത്തനോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിൽ ജൂലൈ 30 ഉരുൾപൊട്ടൽ ഉണ്ടായ ജില്ല ഏത്? വയനാട്. വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിലാണ് ഇത് നടന്നത്. ഏറ്റവും വലിയ പുൽവർഗത്തിൽപ്പെട്ട സസ്യമേത്? മുള. ഫലമുണ്ടെങ്കിലും വിത്തില്ലാത്ത സസ്യമേത്? വാഴ. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞൻ ഈയിടെ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? MS സ്വാമിനാഥൻ. മുഴുവൻ പേര് മാങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്നാണ്. 2023 സെപ്റ്റംബർ 28 അദ്ദേഹം അന്തരിച്ചത്. കുന്നിൻ പ്രദേശങ്ങളിലും മലയോര മേഖലകളിലും താമസിക്കുന്നവർക്ക് ഏറെ ഭീഷണിയാകുന്ന ഒരു പ്രകൃതി ദുരന്തം ഉരുൾപൊട്ടൽ. കഠിനമായ മഴയിൽ ഭൂമിയിൽ സംഭരിക്കുന്ന ജലം അതിമർദ്ദം മൂലം ഭൂസ്ഥിരത നഷ്ടപ്പെടുന്നതുകൊണ്ട് ഉയർന്ന പ്രദേശങ്ങളിലെ മണ്ണും പാറയും ചരലും ഉരുളൻ കല്ലുകളും ഉയരത്തിലുള്ള മറ്റു ഭൂവസ്തുക്കളും വൻതോതിൽ വളരെ പെട്ടെന്ന് താണസ്ഥലങ്ങളിലേക്ക് പതിക്കുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ. ഗ്രാമങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയുടെ പേരെന്ത്? ജലജീവൻ. മക്കളെ, ഇത് നൽകിയിട്ടുള്ള ഭൂരിഭാഗം ക്വസ്റ്റ്യൻസ് നമ്മുടെ ചാനലിലൂടെ നൽകിയതാണ് അല്ലേ. LSS ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ അക്ഷരമുറ്റം, CH പ്രതിഭ തുടങ്ങിയ ക്വിസ് വീഡിയോസിലൊക്കെ നൽകിയിട്ടുണ്ട് അല്ലേ. മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോസും LSS USS ക്ലാസ്സുകളൊക്കെ നൽകുന്നുണ്ട് കേട്ടോ. മക്കളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പാലിൻ്റെ ഗുണനിലവാരം അളക്കുന്ന ഉപകരണം ഏത്? ലാക്ടോമീറ്റർ. ഭൂമിയിൽ ലഭ്യമായ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏത്? ഡയമണ്ട് അല്ലെങ്കിൽ വജ്രം. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏത്? മഗ്നീഷ്യം. ആന്ത്രാക്സ് വാക്സിൻ കണ്ടുപിടിച്ചതാര്? ലൂയി പാസ്ചർ. ഗൂഗിൾ എന്ന സംഖ്യയെ നാമകരണം ചെയ്തതാര്? എഡ്വാർഡ് കാസ്നർ. സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ഗണിതശാസ്ത്രജ്ഞൻ ആരാണ്? ബർട്രൻഡ് റസൽ. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏത്? ഏറനാട്. കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് ഏത്? കുന്നത്തൂർ. ലോകത്തിലെ ഏറ്റവും നീളമേറിയ നദി ഏതാണ്? നൈൽ നദി. ആരാണ് മൊണാലിസ വരച്ചത്? ലിയോനാർഡോ ഡാവിഞ്ചി. കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ആര്? EMS നമ്പൂതിരിപ്പാട്. ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട്. 1909 ജൂൺ 13 മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലാണ് ജനിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ സസ്തനി ഏതാണ്? തിമിംഗലം. സിറ്റേസി വർഗത്തിൽപ്പെട്ട സസ്തനിയായ ഒരു കടൽ ജീവിയാണ് തിമിംഗലം. കേരള വിദ്യാഭ്യാസ മന്ത്രി ആര്? V ശിവൻകുട്ടി. ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏത്? ഏഷ്യ. പുതുതായി കണ്ടുപിടിക്കപ്പെട്ട വൻകര ഏത്? സീലാൻഡിയ. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഏത്? ഓസ്ട്രേലിയ. ഒരു രാജ്യം മാത്രമുള്ള ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയ. ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷാണ്. ഇതിൻ്റെ തലസ്ഥാനം കാൻബറ. കേരളത്തെ ഭൂമിശാസ്ത്രപരമായി എത്രയായി തരംതിരിച്ചിട്ടുണ്ട്? 3. അവ ഏതെല്ലാം? മലനാട്, ഇടനാട്, തീരപ്രദേശം. കേരളത്തിൽ റെയിൽവേ ഗതാഗതമില്ലാത്ത ജില്ലകൾ ഏതൊക്കെ? ഇടുക്കി, വയനാട്. കേരളത്തിലെ വിമാനത്താവളങ്ങൾ ഏതെല്ലാം? കോഴിക്കോട്, നെടുമ്പാശ്ശേരി, തിരുവനന്തപുരം, കണ്ണൂർ.
ഇതിൽ ആദ്യത്തെയും ഏറ്റവും വലുതുമായ വിമാനത്താവളം തിരുവനന്തപുരം, അവസാനത്തേത് കണ്ണൂർ. ലോകത്തിലെ ആദ്യ സോളാർ വിമാനത്താവളം നെടുമ്പാശ്ശേരി. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏത്? ഷൊർണൂർ. മലയാളത്തിലെ ആദ്യ നിഘണ്ടുവും വ്യാകരണ ഗ്രന്ഥവും എഴുതിയ വ്യക്തി ഹെർമൻ ഗുണ്ടർട്ട്. ഇന്ത്യൻ ഗണിതശാസ്ത്രത്തിൻ്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ശ്രീനിവാസ രാമാനുജൻ. മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ആരാണ്? ശകുന്തള ദേവി. ദി ലൈസിയം എന്ന ഗണിതശാസ്ത്ര വിദ്യാലയം സ്ഥാപിച്ചത് ആരാണ്? അരിസ്റ്റോട്ടിൽ. കാൽക്കുലേറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? ബ്ലൈസ് പാസ്കൽ. ദേശീയ ഗണിതശാസ്ത്ര ദിനം എന്നാണ്? ഡിസംബർ 22. ഗണിതശാസ്ത്രത്തിൻ്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി കാൾ ഫ്രെഡറിക് ഗൗസ്. ബക്രാനങ്കൽ അണക്കെട്ട് ഏത് സംസ്ഥാനത്താണ്? പഞ്ചാബ്. ഇത് നിർമ്മിച്ചത് 1963-ലാണ്. സത്ലജ് നദിയിലാണ് ഈ അണക്കെട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? വുളാർ. ഇത് ജമ്മു കാശ്മീരിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ താഴ്വര ഏതാണ്? സുന്ദർബൻസ്. ഇത് പശ്ചിമ ബംഗാളിലാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നതും സുന്ദർബനിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നീളം കൂടിയ പാലം ഏതാണ്? ചമ്പൽ പാലം. ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? ജോസഫ് പ്രീസ്റ്റലി. പഞ്ചേന്ദ്രിയങ്ങൾ ഏതെല്ലാം? നാക്ക്, മൂക്ക്, ത്വക്ക്, കണ്ണ്, ചെവി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഫീമർ, അതായത് തുടയെല്ല്. ഏറ്റവും വലിയ രാജ്യം ഏത്? റഷ്യ. ഓക്കെ മക്കളെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.